ഹലോ. എനിക്ക് കുറച്ച് റോസാക്കമ്പ് കിട്ടി കേട്ടോ. അപ്പോൾ അത് കയ്യോടെ നടാമെന്ന് വിചാരിച്ചിരുന്ന് കയ്യോടെ ഇരുന്നിരുന്ന് കുറച്ച് ദിവസം പിടിച്ചു കേട്ടോ നടാൻ വേണ്ടിയിട്ട്. ഒരു 2-3 ദിവസം എടുത്തവിടെ വെച്ചു. എന്നിട്ടാണ് നടുന്നത്. അപ്പോൾ ഇത് 2 കളറുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏതൊക്കെയാണെന്ന് അറിയില്ല, ഏതൊക്കെ കമ്പുകളാണ് ഏതൊക്കെ കളറെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ 2 ബോട്ടിലാക്കി ഒരു 3-4 കമ്പ് വെച്ച് അങ്ങനെ കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ പിടിച്ച് കഴിയുമ്പം നമുക്ക് പോട്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എത്രമാത്രം പിടിക്കും എന്നുള്ളതും അറിയില്ല. എല്ലാം ഒന്നും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കമ്പ് തല തിരിച്ചും മറിച്ചൊക്കെ കുത്തുന്നുണ്ട്. എനിക്കും അത്തച്ഛനും ആകെപ്പാടെ കൺഫ്യൂഷൻ. അങ്ങനെ ഞാനങ്ങൾ കുത്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നനച്ചിട്ട് അവിടെ സൈഡിലോട്ട് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ ഇച്ചൂട്ടൻ എൻ്റെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയി ഭയങ്കര കളിയും കുസൃതിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ഇച്ചൂട്ടൻ എന്താ എടുത്തുകൊണ്ട് പോണു, ഒരു കപ്പിനകത്ത് ഇടുന്നു, അവിടെ ചെടി നടുന്നു, ഇതൊക്കെ കേട്ടോ. പിന്നെ ഒരു ബന്ദിയുടെ നല്ല റെഡും നടുഭാഗത്തായിട്ട് മറ്റേ യെല്ലോയും കൂടി വരുമല്ലോ, അതും നട്ടു കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിലൊരു മരം മുറിക്കാണ്ടായിരുന്നു. എന്തടിപൊളിയായിട്ട് വീണമെന്നറിയോ. നമ്മൾ എവിടെയാണോ വീഴണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു തുള്ളി പോലും മാറിയില്ല. നല്ല അടിപൊളിയായിട്ട് പ്ലാൻ വരച്ച് ചെയ്ത പോലെ സംഭവം വീണു കേട്ടോ. അത് വീണതിലും രസം എന്തായിരുന്നു, നമ്മുടെ മിറ്റമായിരുന്നു. ഇതാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് ബോർമയിലേക്ക് പോണ വഴി അടഞ്ഞുപോയി. അതുകൊണ്ട് അത് ഒരു സന്ധ്യയോടെ ആയിരുന്നു മുറിച്ചത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ചാച്ചൻ അത് വെട്ടി മാറ്റാനുള്ള പരിപാടി നോക്കിയിട്ട് വലിയ കമ്പുകളും കാര്യങ്ങളും എല്ലാം അച്ചാച്ചൻ വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത്രയും എളുപ്പമല്ല ഈ മിറ്റിൽ ക്ലീൻ ചെയ്യൽ. പിറ്റേ ദിവസത്തെ അവസ്ഥ ഇതാട്ടോ. ഇതിൽ കൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതിൽ കൂടെ ചവിട്ടി പിന്നെ ഞാൻ വേഗം അതങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഉണക്കക്കമ്പേ ചവിട്ടുമ്പോഴേക്കും കിടുകിടുന്ന് ഒടിഞ്ഞുണ്ടല്ലോ, ഇത് നിറയെ വീണു കേട്ടോ. നമ്മൾ അടിച്ചിട്ടൊന്നും നീങ്ങുന്നില്ലായിരുന്നു. അതുപോലെ പീസ് കുഞ്ഞ് ഇങ്ങനെ നുറുങ്ങി കിടക്കുമായിരുന്നു. അതൊക്കെ കുറച്ച് അധികം സമയം എടുത്തു കേട്ടോ. ഇതൊക്കെ ഓടിച്ച് വിടുന്നതൊക്കെ കാണുമ്പം ഇതുപോലെയൊക്കെ പണി ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും ഞാൻ ആലോചിക്കും കേട്ടോ. എന്നെ ആണെങ്കിൽ ഞാൻ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, നട്ടുച്ച സമയത്തായിരുന്നു. ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ അതങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ടോ കേട്ടോ, ഈ രീതിയിലാണ് കേട്ടോ ഞാൻ പണിയെടുക്കുന്നത്. കണ്ടോ, ഇതേപോലെയാണ് ഞാൻ സ്ലോ സ്പീഡിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് മിറ്റിൽ നിന്ന് അടിച്ചാൽ നീങ്ങൂല ഈ കമ്പും കഷ്ണങ്ങളൊക്കെ. അങ്ങനെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയായിന്ന് കണ്ടോ. ഇത്രയും സാറ്റിസ്ഫാക്ഷൻ വേറെ എന്തിന് കിട്ടാനല്ലേ.